അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരോഗ്യ വകുപ്പില് ഫീൽഡ് വർക്കർ തസ്തികയുടെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എല്ലാ ജില്ലകളിലും സാധ്യതാ പട്ടിക ഓൾമോസ്റ്റ് എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ പല ഉദ്യോഗാർത്ഥികളും റാങ്ക് ലിസ്റ്റിൽ എത്തിയില്ല എന്നുള്ള ഒരു പരാതി പല തവണയായിട്ട് ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ച് പറയുകയുണ്ടായി. സാറേ, ഞാൻ ഇന്നപോലെ റാങ്ക് പട്ടികയിൽ എത്തിയില്ല. അങ്ങനെ എത്താതിരിക്കാനുള്ള കാരണമായിട്ട് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്, സാധ്യതാ പട്ടിക PSC പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ സാധ്യതാ പട്ടിക ചുരുക്കിയാണ് പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് പല കുട്ടികളും സാധ്യതാ പട്ടികയിൽ വരാൻ സാധ്യതയുള്ള പല കുട്ടികളും സാധ്യതാ പട്ടികയിൽ എത്താൻ സാധിക്കാതെ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തില് പല ഉദ്യോഗാർത്ഥികളും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തികയാണ് ഫീൽഡ് വർക്കർ എന്ന് പറയുന്നത്. കാരണം കോടതി നടപടിയുമായി ബന്ധപ്പെട്ട് 4 വർഷത്തിന് ശേഷമാണ് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി കിട്ടി പ്രസിദ്ധീകരണം നടന്നത്. അപ്പോൾ ഈ ആരോഗ്യ വകുപ്പിലെ ഫീൽഡ് വർക്കർ തസ്തികയുടെ സാധ്യതാ പട്ടികയിൽ 4740 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ മുഖ്യ പട്ടികയിൽ 2457 പേരും ഉപപട്ടികയിൽ 2283 പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം, അതായത് ഏകദേശം ഒരു 4 വർഷത്തിന് ശേഷമാണ് ഈ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. കോടതി നടപടിയിൽപ്പെട്ട് പട്ടിക വൈകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അനുമതിയോടെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ പരിഷ്കരിച്ച യോഗ്യതകൾക്കനുസരിച്ച് ഈ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പരിഷ്കരിച്ച യോഗ്യതകൾക്കനുസരിച്ച് നിയമ നടപടികൾ തുടരാൻ കോടതി അനുവദിച്ചു. 2019 ആരംഭിച്ച നിയമ നടപടികളുടെ ഒരു ഘട്ടമാണ് സാധ്യതാ പട്ടികയുടെ പ്രസിദ്ധീകരണത്തിലൂടെ പൂർത്തിയാകുന്നത്. 2021 ഡിസംബറിൽ നടത്തിയ മുഖ്യ പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് സാധ്യതാ പട്ടിക. 14 ജില്ലകളിലായിട്ട് ഏകദേശം 40,000-ഓളം ഉദ്യോഗാർത്ഥികൾ മുഖ്യ പരീക്ഷ എഴുതിയ ഒരു തസ്തികയാണ് ഈ ഫീൽഡ് വർക്കർ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സാധ്യതാ പട്ടിക തിരുവനന്തപുരത്തിൻ്റെതാണ്. എത്രയാണ്? അതിൽ 575 പേർ ഉൾപ്പെട്ടു. അതുപോലെ തന്നെ കുറവ് പട്ടിക പത്തനംതിട്ടയിലാണ്. എത്രയാണ്? 202 പേരാണ് അവിടെ ഉൾപ്പെട്ടത്. മിക്ക ജില്ലകളിലും ഉയർന്ന കട്ട് ഓഫ് മാർക്കാണ് 80.67 മാർക്കുള്ള മലപ്പുറമാണ് ഇക്കാര്യത്തില് ഏറ്റവും മുമ്പിൽ. ഇടുക്കിയിലെ 68.67 മാർക്കാണ് ഏറ്റവും കുറവ് എന്ന് പറയുന്നത്. 163 ഒഴിവ് 14 ജില്ലകളിലായി ഇതുവരെ PSCയിൽ റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരത്താണ് കൂടുതൽ ഒഴിവ്. എത്ര എണ്ണമാണ്? 25 എണ്ണം. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും സാധ്യതാ പട്ടിക ഉൾപ്പെട്ട പല ഉദ്യോഗാർത്ഥികളും പറയുന്നത്, തങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ചെല്ലുന്ന അവസരത്തിൽ പല ഉദ്യോഗാർത്ഥികളും മറ്റ് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടവരും അതുപോലെ തന്നെ ജോലി ലഭിച്ചവരും ഒക്കെ ആയിട്ടാണ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുക. കാരണം 4 വർഷത്തിന് ശേഷമാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് വിപുലീകരിക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ നിവേദനങ്ങൾ PSCയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഈ ലിസ്റ്റില്, സാധ്യതാ പട്ടികയുടെ ലിസ്റ്റില് ഒരു വിപുലീകരണം നടത്തണമെന്ന് താഴ്മയായിട്ട് PSCയോട് പലതവണ പല ഉദ്യോഗാർത്ഥികൾ നിവേദനങ്ങളിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ പല ഉദ്യോഗാർത്ഥികൾക്കും പ്രതീക്ഷയോടെ 4 വർഷങ്ങളോളം കാത്തിരുന്ന പ്രതീക്ഷ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്.
അതിനു വേണ്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള മികച്ച നടപടികളൊക്കെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ലിസ്റ്റിൽ വിപുലീകരിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അനുകൂല നടപടികളൊക്കെ PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പല ഉദ്യോഗാർത്ഥികളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫീൽഡ് വർക്കർ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് വരുന്നതിനായി മുമ്പായിട്ട് തന്നെ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളുടെ ആവശ്യപ്രകാരമുള്ള നടപടികളൊക്കെ തന്നെ ബഹുമാനപ്പെട്ട PSC വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ആണ് പല ഉദ്യോഗാർത്ഥികളും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കട്ടെ. എല്ലാവർക്കും നിയമനങ്ങൾ പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുവാൻ സാഹചര്യം ഒരുങ്ങട്ടെ. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലുമുള്ള ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ കൃത്യമായിട്ട് ജോലികളൊക്കെ തന്നെ ലഭിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.